അധ്യാത്മരാമായണം യുദ്ധകാന്ഡം. ലോകമെല്ലാം പരിപാലിച്ച് ലോകൈകനാഥൻ വസിക്കുന്ന കാലത്ത് ഭൂമി സസ്യസമ്പൂർണമായി, ഗൃഹങ്ങളിലെല്ലാം ഉത്സവമായി. ലക്ഷക്കണക്കിന് പശുക്കളും കുതിരകളും 30 കോടി ഭാരം സ്വർണവും ബ്രാഹ്മണർക്ക് ദാനമായി ശ്രീരാമൻ നൽകി. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയ നിരവധി സാധനങ്ങളും ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്ക് അദ്ദേഹം ദാനമായി നൽകി. അതിനുശേഷം മംഗലാഭാംഗിയായ സീതാദേവിക്ക് അത്യധികം വിലപിടിപ്പുള്ള ഒരു മാല്യം നൽകി. സീതാദേവി വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് കഴുത്തിൽ നിന്നും മാല ഊരിയെടുത്ത് പിടിച്ചുകൊണ്ട് ശ്രീരാമന്റെയും ഹനുമാന്റെയും മുഖത്ത് മാറി മാറി നോക്കി. ഉടനെ തന്നെ ശ്രീരാമൻ സീതയോട് പറഞ്ഞു, ഈ നിൽക്കുന്നവരിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾക്ക് ഹാരം കൊടുത്തുകൊള്ളൂ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് സീതാദേവി ഹനുമാനെ വിളിച്ച് ഹാരം നൽകി. ഹനുമാൻ വന്ദിച്ച് കൊണ്ട് ശ്രീരാമനെ അപേക്ഷിച്ചു, സ്വാമിൻ, അങ്ങയുടെ നാമവും ചരിതവും നിലനിൽക്കുന്നിടത്തോളം കാലം രാമനാമവും കേട്ട് ഭൂമിയിൽ വസിക്കാൻ എന്നെ അനുഗ്രഹിക്കണം. എന്റെ കഥ ഉള്ളിടത്തോളം കാലം നീ മുക്തനായി വാഴും. സുഹൃത്തെ, ഭക്തി കൊണ്ട് മാത്രമേ ബ്രഹ്മത്വം ലഭിക്കുകയുള്ളൂ എന്ന് ശ്രീരാമദേവൻ ഹനുമാനെ അനുഗ്രഹിച്ചു. വാനരാദികൾക്ക് അനുഗ്രഹം. വിശ്വംഭര പരിപാലനവും ചെയ്തു വിശ്വനാഥൻ വസിച്ചിടും ദശാന്തരേ, സസ്യസമ്പൂർണമായി വന്നിതവനിയും ഉത്സവയുക്തങ്ങളായി ഗൃഹങ്ങളും വൃക്ഷങ്ങളെല്ലാം അതി സ്വാദു സംയുത പക്വങ്ങളോടു കലർന്നു നിന്നിടുന്നു. ദുർഗന്ധ പുഷ്പങ്ങൾ അക്കാലമൂഴിയിൽ സദ്ഗന്ധയുക്തങ്ങളായി വന്നിതൊക്കവേ. 100,000 തുരകങ്ങൾ പശുക്കളും 100,000 പുറം പിന്നെയും 30 കോടി സുവർണഭാരങ്ങളും സുബ്രാഹ്മണർക്കു കൊടുത്തു രഘുത്തമൻ. വസ്ത്രാഭരണമാല്യങ്ങൾ അസംഖ്യമായി പൃഥ്വീ സുരോത്തമന്മാർക്കു നൽകിയിടിനാൻ. സ്വർണരത്നോജ്വലം മാല്യം മഹാപ്രഭം വർണ്ണവൈചിത്ര്യമനഘമനുപമം ആദിത്യപുത്രനു നൽകിനാനാദരാലാതിഥേയാധിപ പുത്രതനയനും അംഗദദ്വന്ദ്വം കൊടുത്തോരനന്തരം മംഗലാഭാഗ്യാം സീതയ്ക്കു നൽകിനാൻ. മേരുവും ലോകത്രയവും കൊടുക്കിലും പോരാ വിലയതിനങ്ങനെയുള്ളൊരു ഹാരം കൊടുത്തതു കണ്ടു വൈദേഹിയും പാരം പ്രസാദിച്ചു മന്ദസ്മിതാന്വിതം. കണ്ഠദേശത്തിങ്കൽ നിന്നങ്ങെടുത്തിട്ടു 2 കൈ കൊണ്ടും പിടിച്ചു നോക്കിയിടിനാൾ. ഭർതൃമുഖാബ്ജവും മാരുതി വക്ത്രവും മധ്യേ മണിമയമാകിയ ഹാരവും. ഇംഗിതജ്ഞൻ പുരുഷോത്തമനന്നേരം മംഗലദേവതയോടു ചൊല്ലിയിടിനാൻ.
ഇക്കണ്ടവർകളിൽ ഇഷ്ടനാകുന്നതാരുൾ കമലത്തിൽ നിനക്കു മനോഹരേ നൽകിയിടവന്നു മറ്റാരുമില്ല നിന്നാകൂതഭംഗം വരുത്തുവാനോമലേ എന്നതു കേട്ടു ചിരിച്ചു വൈദേഹിയും മന്ദം വിളിച്ചു ഹനുമാനു നൽകിനാൾ. ഹാരവും പൂണ്ടു വിളങ്ങിനാനേറ്റവും മാരുതിയും പരമാനന്ദ സംയുതം.